ഏതെല്ലാം ഇൻഡിക്കേഷനിലാണ് നമ്മൾ ത്രെഡ് ലിഫ്റ്റ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ത്രെഡ് ലിഫ്റ്റ് ബാർഡ് ഓർ നോൺ ബാർഡ് ആയിട്ടുള്ള ഇതിൻ്റെ റിസൾട്ട് ഒരു 3 to 4 വീക്സിനുള്ളിൽ നമുക്ക് വിസിബിൾ ആകുന്നതാണ്. ഇത് തികച്ചും ഒരു പെയിൻലെസ് ആയ പ്രൊസീജിയറാണ്. Reha Skin Care Hospital, Adur. ഞാൻ ഡോക്ടർ ഹെലീന പീറ്റർ, അടൂർ റിഹ സ്കിൻ കെയർ ക്ലിനിക്കിൽ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമുക്ക് ത്രെഡ് ലിഫ്റ്റ് എന്ന പ്രൊസീജിയറിനെ കുറിച്ച് നോക്കാം. ഇതൊരു ആൻറ്റി ഏജിങ് പ്രൊസീജിയറാണ്, ഒരു ഇൻവേസീവ് ലിഫ്റ്റിംഗ് ടെക്നിക്കാണ്. ഏതെല്ലാം ഇൻഡിക്കേഷനിലാണ് നമ്മൾ ത്രെഡ് ലിഫ്റ്റ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ബ്രോ ലിഫ്റ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ഫേസ്, ചെസ്റ്റ്, ബ്രസ്റ്റ്, നെക്ക് ഇങ്ങനെയുള്ള ഭാഗത്തെ തൊലികൾ സാഗ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ ചിന്നിൻ്റെ ഡബിൾ ചിൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഫേസിൻ്റെ കോണ്ടൂർ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നു. ത്രെഡ് ലിഫ്റ്റ് ബാർഡ് ഓർ നോൺ ബാർഡ് ആയിട്ടുള്ള പീഡിയോ ത്രെഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ്, ഇതൊരു നോൺ അബ്സോർബിൾ ത്രെഡാണ് നമ്മൾ ത്രെഡ് ലിഫ്റ്റ് ടെക്നിക്ക് ചെയ്യുന്നത്. ത്രെഡ് ലിഫ്റ്റ് ടെക്നിക്ക് ചെയ്യാനായിട്ട് 15 തൊട്ട് 30 മിനിറ്റ് വരെ സമയം മാത്രമേ ആവശ്യമുള്ളൂ. ഇതൊരു OP പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഒരു 3 to 4 വീക്സിനുള്ളിൽ നമുക്ക് വിസിബിൾ ആകുന്നതാണ്. ഇതിൻ്റെ റിസൾട്ട് ലാസ്റ്റ് ചെയ്യുന്ന സമയം 8 to 9 months ആണ്. ഇത് തികച്ചും ഒരു പെയിൻലെസ് ആയ പ്രൊസീജിയറാണ്. താങ്ക് യു.